നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. പനയമ്പാടും വളവ് നിവർത്തുന്നതിൽ ദേശീയപാത അതോറിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് മന്ത്രി ഗണേഷ് കുമാർ. സംസ്ഥാനത്ത് ആഭ്യന്തര പച്ചക്കറി ഉൽപാദനം 1.5 ലക്ഷത്തിലേറെ ടൺ വർദ്ധിച്ചതായി മന്ത്രി പി പ്രസാദ്. നെന്മാറ ഇരട്ടക്കൊല പ്രതി ചെന്താമരയുടെ റിമാൻഡ് നീട്ടി. ജില്ലാ ആശുപത്രിയിൽ അനാഥ രോഗികളെ പരിചരിക്കാനുള്ള സൗകര്യം ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. പനയമ്പാടും വളവ് നിവർക്കുന്നതിൽ ദേശീയപാത അതോറിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. കരിമ്പ പനയമ്പാടത്തെ റോഡിലെ കൊടുംവളവ് നിർത്തുന്നത് തീരുമാനിക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു. സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. ദേശീയപാത അതോറിറ്റി പദ്ധതി വെക്കുകയും വേണം. അടിയന്തര നടപടികൾക്കായി 12-ന് അപകടം സംഭവിച്ച 17 തന്നെ 1,35,00,000 രൂപ ഉപരിതല ഗതാഗത വകുപ്പിനെ കൊണ്ട് അനുവദിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്നും 5 പ്രവർത്തികളാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA ചോദ്യത്തിനുള്ള മറുപടിയായാണ് മന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. അഡ്വക്കേറ്റ് ശാന്തകുമാരി. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞു, എൻ്റെ മണ്ഡലത്തിലെ ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് 4 കുഞ്ഞുങ്ങൾ മരണപ്പെട്ട പനയമ്പാടം, കരിമ്പ പഞ്ചായത്തിലെ പനയമ്പാടം ഒരു വളവ്. നാഷണൽ ഹൈവേ 966 പൂർത്തീകരിച്ചതിനകം തന്നെ, അതായത് ടാണാവ് മുതൽ നാട്ടുകൾ വരെയുള്ള പ്രദേശത്തിൽ. എന്നാൽ ഈ പനയമ്പാടം പ്രദേശം ഇപ്പോഴും ഒരു കൊടും വളവായി നിലനിൽക്കുകയാണ് സാർ. നാഷണൽ ഹൈവേയിൽ ഇത്തരത്തിലൊരു വളവ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി സംഭവങ്ങൾ ഇതിനകം തന്നെ ഉണ്ടായി. അതിൽ ഏറ്റവും അവസാനത്തെ സംഭവമാണ് കരിമ്പ ഗവൺമെൻറ് സ്കൂളിലെ 4 കൊച്ചുമക്കൾ മരണപ്പെടുന്നൊരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് ഈ കൊടും വളവ് നിവർത്തി ആ നാഷണൽ ഹൈവേയിലെ ഈ അപകട സാധ്യത ഒഴിവാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി താൽക്കാലികമായിട്ട് തന്നെ ഏതാണ്ട് 1,30,00,000 പാസ്സാക്കിയെങ്കിൽ പോലും അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ആ വളവ് നിവർത്തുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഏതെങ്കിലും നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി മാത്രമല്ല PW മിനിസ്റ്ററും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും ബഹുമാനപ്പെട്ട മന്ത്രി ഇക്കാര്യത്തിൽ നടത്തി എന്താണ് ഇതിനെക്കുറിച്ച് പറയാമോ? ഇക്കാര്യം ഞാൻ സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട അംഗം വളരെയധികം താല്പര്യം കാണിച്ചൊരു വിഷയമാണ്. വളരെ ദുഃഖകരമായൊരു സംഭവമാണ് അവിടെ നടന്നത്. 135 ലക്ഷം രൂപ, 1,35 ലക്ഷം രൂപ. ഈ അപകടം നടന്നത് 12-ാം തീയതി ആണെങ്കിൽ 17-ാം തീയതി പിടിച്ച യോഗത്തിൽ തന്നെ നമ്മൾ പണം അനുവദിച്ചു. അത് വലിയൊരു കാര്യമാണ്, ചെറിയ കാര്യമല്ല. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ നാഷണൽ ഹൈവേസിനെ കൊണ്ട് 1,35 ലക്ഷം രൂപ 5 വർക്കുകളായിട്ട് തിരിച്ചുകൊണ്ട് അനുവദിച്ച് കിട്ടിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഇനി അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി. ഈ വളവ് നികർത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം. ലാൻഡ് അക്വിസിഷൻ വേണം, നാഷണൽ ഹൈവേ അതിനുവേണ്ടി പദ്ധതി വയ്ക്കണം. അത് നമുക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാം. പക്ഷേ അത് എത്ര പെട്ടെന്ന് നടക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് PWD അല്ല ചെയ്യേണ്ടത്, നാഷണൽ ഹൈവേക്കാരാണ്. നാഷണൽ ഹൈവേയുടെ റോഡാണ്. ആ റോഡിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഉരാലുങ്കൽ സൊസൈറ്റിയാണ് ചെയ്ത പണി പൂർത്തിയായെങ്കിലും നമ്മളൊരു സ്പെഷ്യൽ ഒരു പ്രത്യേക തീരുമാനം എന്ന നിലയിലാണ് ഇപ്പോൾ ഊരാലുങ്കലിനെ കൊണ്ട് തന്നെ ഈ ഒരു റെക്ടിഫിക്കേഷൻ, ഈ 135 ലക്ഷം രൂപയുടെ ഒരു റെക്ടിഫിക്കേഷൻ അവിടെ നടത്തുകയാണ്. ഈ വളവ് നിവർത്തണമെങ്കിൽ ആ ജംഗ്ഷനിൽ ഒരു ഭാഗത്ത് കിടന്ന കടകൾ മുഴുവൻ എടുക്കണം. അക്വിസിഷനുണ്ട്. അപ്പോൾ അതിന് ഹൈവേ തയ്യാറാകുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അവരോട് ആലോചിക്കാം. പെട്ടെന്ന് അക്കാര്യത്തിൽ ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ നിയന്ത്രണത്തിലുള്ളൊരു കാര്യമല്ല, PWDയുടെയും സംസ്ഥാന PWDയുടെയും നിയന്ത്രണത്തിലുള്ളൊരു കാര്യമല്ല. തൽക്കാലം അപകടങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള നടപടിയാണ്. റോഡിൻ്റെ ഡിസൈനിലൊരു അപാകതയുണ്ട്. ആ അപാകതയാണ് ഈ അപകടത്തിന്റെ എല്ലാം കാരണമായി. സംസ്ഥാനത്ത് ആഭ്യന്തര പച്ചക്കറി ഉൽപാദനം 1.5 ലക്ഷത്തിലേറെ ടൺ വർദ്ധിച്ചതായി മന്ത്രി പി പ്രസാദ്. സംസ്ഥാനത്ത് ആഭ്യന്തര പച്ചക്കറി ഉൽപാദനം 15 ലക്ഷം ടണ്ണിൽ നിന്ന് 17.21 ലക്ഷം ടണ്ണായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതായി കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചു. നാടൻ ഇനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് സങ്കര ഇനം പച്ചക്കറി വിത്തുകളും തൈകളും ഉൽപ്പാദിപ്പിക്കാൻ VFPCKയെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു. 64 അഗ്രി ഫാമുകളിലും ഫാം ഫെസ്റ്റുകൾ സംഘടിപ്പിക്കാനും സർക്കാർ പദ്ധതിയുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. നിയമസഭയിൽ കെ ബാബു MLA ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ശ്രീ കെ ബാബു, നെന്മാറ. സർ, പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലെത്താൻ വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലും പച്ചക്കറി. സർ, നമ്മളും കൃഷിയിലേക്ക്. ഓണത്തിനൊരു മുറം പച്ചക്കറി. സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ. സർ, എൻ്റെ നിയമസഭയിൽ VFPCK മുഖാന്തരം പച്ചക്കറി കൃഷി നടത്തി 1 കോടി രൂപ ടേൺ ഓവർ ഉണ്ടാക്കിയ പനങ്ങാട്ടിയിലെ ശിവദാസൻ പൗരസമിതി ആദരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വന്ന് ആദരവ് നൽകി അഭിനന്ദിക്കുന്നു. സർ, എൻ്റെ ചോദ്യം ഇതാണ്. ഈ സർക്കാർ അധികാരമേറ്റപ്പോൾ സംസ്ഥാനത്ത് ആഭ്യന്തര പച്ചക്കറി ഉൽപാദനം എത്രയായിരുന്നു? ഇപ്പോൾ വർധനവുണ്ടായിട്ടുണ്ടോ എന്നതാണ്. സർ, കേരളത്തിൽ പച്ചക്കറി ഉൽപാദനത്തിന്റെ കാര്യത്തിൽ നല്ല വർധന ഉണ്ടായിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ ഏകദേശം 15 ലക്ഷത്തോളം ടൺ പച്ചക്കറിയാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നതെങ്കിൽ
ഇപ്പോഴത് 17.21 ലക്ഷം ടൺ ആയി വർദ്ധിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ എല്ലാവരും നല്ല ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ വിജയകരമായി ഇത് കൊണ്ടുപോകുന്ന കൃഷിക്കാരനെക്കുറിച്ചാണ് ശ്രീ കെ ബാബു നെന്മാറ MLA ഇവിടെ പറഞ്ഞത്. 1 കോടി രൂപ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാക്കുന്നതിനെ പറ്റി കഴിഞ്ഞു. അദ്ദേഹത്തിന് ഞങ്ങളെല്ലാം കൂടി പോയി അവിടെ സ്വീകരണം കൊടുക്കുകയും ഉണ്ടായി. നല്ല ഒരു നേട്ടം കേരളത്തിൽ പച്ചക്കറി ഉൽപ്പാദനത്തിനുണ്ട്. ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന് ആവശ്യമായ പച്ചക്കറി കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ശ്രമം നടത്തുക എന്നാണ് സർക്കാർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, സംസ്ഥാനത്ത് 64 അഗ്രികൾച്ചർ ഫാമുകളുണ്ട്. സർ, നെല്ലിയാമ്പതി ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം ഓറഞ്ചിന് പുറമെ 20 ഇനം ശീതകാല പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. നാട്ടുപഴങ്ങളും കാട്ടുപഴങ്ങളും വിദേശി ഉൾപ്പെടെ 50 ഫലവൃക്ഷ തൈകളുണ്ട്. സർ, ഓർക്കിഡ് ഉൾപ്പെടെ 100 കണക്കിന് വിഭാഗത്തിൽപ്പെട്ട പൂച്ചെടികളുണ്ട്. സർ, 67 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഓറഞ്ച് ഗ്രാഫ്റ്റ്, ഫാഷൻ ഫ്രൂട്ട്സ്, അപൂർവ ഇന മാവുകൾ ഉൾപ്പെടെ 3 ലക്ഷത്തോളം തൈകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സർ, 5 ഏക്കറിൽ ഫാം ടൂറിസം പരിപോഷിപ്പിക്കപ്പെടുന്നുണ്ട്. സർ, കഴിഞ്ഞ 6-ാം തീയതി മുതൽ 10 വരെ അവിടെ അഗ്രി ഫെസ്റ്റ് നാച്ചുറ എന്ന നിലയിൽ ഞങ്ങൾ അഗ്രി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അത് ഉദ്ഘാടനം ചെയ്തതും ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ്. സർ, 40,000-ലധികം വരുന്ന ടൂറിസ്റ്റുകളാണ് അവിടേക്ക് വന്നത്. ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, അവിടെ നിന്നും വാങ്ങിക്കുന്ന ടിക്കറ്റിന്റെ ഒരു വിഹിതം ഇത്തരത്തിൽ അഗ്രി ഫാം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിന് അനുവദിക്കണമെന്നും എന്നതാണ്. സാർ, എന്റെ ചോദ്യം ഇതാണ്. ഉയർന്ന ഉൽപാദനക്ഷമതയുള്ള ഹൈബ്രിഡ് പച്ചക്കറി ഇനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? അതിനോടൊപ്പം ഒറ്റ അഭ്യർത്ഥനയുണ്ട്, എല്ലാ നിയമസഭാ സാമാജികന്മാരെയും പാവങ്ങളുടെ ഊട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്ക് സ്വാഗതം ചെയ്യുക. സർ, അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രസക്തമായ 3 കാര്യങ്ങളാണ്. നെല്ലിയാമ്പതി പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ്. നെല്ലിയാമ്പതിയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ, നെല്ലിയാമ്പതിയിലെ ഫാം സന്ദർശിക്കാൻ നമ്മളെല്ലാവരും സമയം ഒന്ന് കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. അത് ഏറ്റവും നല്ലൊരു അനുഭവമായിരിക്കും. 2, ഫാം ടൂറിസത്തിന് ഗവൺമെൻറ് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വിവിധങ്ങളായ ഫാമുകളിൽ, ഇവിടെ നേരത്തെ പറഞ്ഞ 64 ഫാമുകളാണ് ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിലുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, പ്രത്യേക ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി നിയന്ത്രണത്തിലാണ് ചില ഫാമുകൾ. ഈ ഫാമുകളിലെല്ലാം 64 ഫാമുകളിലും ഫാം ഫെസ്റ്റുകൾ സംഘടിപ്പിക്കാനാണ് ഗവൺമെൻറ് കൃഷി വകുപ്പ് ആലോചിച്ചിരിക്കുന്നത്. നല്ല വരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഫാം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു സഹായം അവിടെ ലഭ്യമാകുന്ന വരുമാനത്തിൽ നിന്ന് കൂടി കണ്ടെത്തിക്കൊണ്ട് നൽകുന്ന കാര്യം കൂടി ഗവൺമെൻറ് അനുഭാവപൂർവ്വമായി പരിഗണിക്കുന്നതായിരിക്കും. അദ്ദേഹം പറഞ്ഞ മറ്റൊരു സുപ്രധാനമായ കാര്യം ഈ ഹൈബ്രിഡ് ഇനങ്ങളെക്കുറിച്ചാണ്. നെല്ലിയാമ്പതിയുടെ സവിശേഷമായ പ്രത്യേകത ഞാൻ കൂടുതൽ പറയുന്നില്ല. നിരവധിയായ ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിലെ ഫാമുകളിൽ നിന്ന് തന്നെ 195 ഉൽപ്പന്നങ്ങളാണ് കേരള ഗ്രോ എന്ന ബ്രാൻഡ് നെയിമിൽ, നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് റൈറ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ട്രേഡ് നെയിമാണ് കേരള ഗ്രോ എന്നുള്ളത്. 195 ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഫാമുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന 746 ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ കേരള ഗ്രോ എന്നുള്ള ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. ഇതിന് മാത്രമായി പ്രത്യേക ഷോപ്പുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ചെയ്യുന്ന ഇടത്ത് നമുക്ക് കൃഷിക്കാർ ഉൾപ്പെടെ എല്ലാം നമ്മളോട് പറഞ്ഞിരുന്നൊരു കാര്യം, ഞങ്ങൾ ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തിനങ്ങളും തൈകളും വേണമെന്നുള്ളതാണ്. നമ്മൾ പരമ്പരാഗത ഇനങ്ങൾ മാത്രമാണ് കൃഷി വകുപ്പിൻ്റെ മുൻകൈയിൽ കൊടുത്തുകൊണ്ടിരുന്നത്. വ്യാവസായിക അല്ലെങ്കിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർ ആവശ്യപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഹൈബ്രിഡ് വിത്തുകൾ ലഭ്യമാക്കണം എന്നുള്ളതായിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതാദ്യമായി ഹൈബ്രിഡ് വിത്തുകൾ കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഹൈബ്രിഡ് വിത്തുകൾ ഇവിടെ തന്നെ അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് VFPCക്ക് ചുമതലപ്പെടുത്തി. ആലത്തൂരിലാണ് നമ്മൾ അതിനുവേണ്ടി പ്രത്യേകമായി കർഷകരെ ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ചിട്ട് 5 ഏക്കറിൽ ആ വിത്തുകളും തൈകളും ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കി. ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. കാർഷിക സർവകലാശാലയിൽ നിന്നും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് IIHR വികസിപ്പിച്ചെടുത്ത അവർ കണ്ടെത്തിയ ഏറ്റവും പുതിയ ഇനങ്ങളാണ് നമ്മൾ വാങ്ങി അതിൻ്റെ മാതൃ ഇത് സംഭവം കൂടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടുതൽ എണ്ണം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നത്. കൃഷിക്കാർക്ക് കൂടുതലായി ഹൈബ്രിഡ് വിത്തുകളും തൈകളും കൊടുക്കുന്ന പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. അത് വ്യാപിപ്പിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നാടൻ ഇനങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരെ സഹായിക്കാൻ വേണ്ടി അവരുടെ ആവശ്യം അനുസരിച്ച് ചെയ്യുന്നതാണ്. കൃഷി ദർശൻ പോലുള്ള പരിപാടികൾക്കകത്ത് കർഷകരും കർഷകരുടെ സംഘടനകളും ഉന്നയിച്ച ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന തരത്തിലാണ് അതിന് നമ്മൾ കണക്കിലെടുത്ത്. തീർച്ചയായിട്ടും ഈ 2 കാര്യത്തിലും ഗവൺമെന്റ് നല്ലവണ്ണം ഇടപെടുന്നതായിരിക്കും, കർഷകരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതായിരിക്കും. നെന്മാറ ഇരട്ടക്കൊല
പ്രതി ചെന്താമരയുടെ റിമാൻഡ് നീട്ടി. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമര എന്ന ചെന്താമരാക്ഷന്റെ റിമാൻഡ് നീട്ടി. 26 വരെയാണ് ഇയാളുടെ റിമാൻഡ് കാലാവധി ദീർഘിപ്പിച്ചത്. ഇന്ന് ഓൺലൈൻ വഴിയാണ് കോടതി തീരുമാനമെടുത്തത്. വിയൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ വിഭാഗം തടവറയിലാണ് ചെന്താമര ഇപ്പോൾ റിമാൻഡിലുള്ളത്. ജില്ലാ ആശുപത്രിയിൽ അനാഥ രോഗികളെ പരിചരിക്കാനുള്ള സൗകര്യം ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തം. ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികൾക്ക് പരമാവധി ചികിത്സ ഉറപ്പാക്കണമെന്ന് ആശുപത്രി അധികൃതർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. ആശുപത്രിയിലായിരുന്ന 67-കാരനായ കേശവൻ ചികിത്സ കിട്ടാതെ ഒക്ടോബർ 30-ന് മരിച്ചുവെന്ന് ഏക്ത ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും ഇന്ത്യൻ പീപ്പിൾ TV ഡയറക്ടറുമായ റഹീം ഒലവക്കോട് നൽകിയ പരാതിയിലാണ് നിർദ്ദേശം. കൂട്ടിരിപ്പുകാരില്ലാതെ ആശുപത്രിയിലെത്തിയ കേശവൻ ചികിത്സയോട് സഹകരിക്കാൻ സന്നദ്ധനായിരുന്നില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ഭക്ഷണം മാത്രം മതിയെന്നായിരുന്നു കേശവന്റെ നിലപാട്. ഭക്ഷണവും വസ്ത്രങ്ങളും മരുന്നും നൽകി. പക്ഷേ ലാബ് പരിശോധനകൾക്ക് ഇയാൾ തയ്യാറായില്ല. ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചവരോ പരാതിക്കാരോ ശ്രദ്ധിക്കാനും പരിചരിക്കാനും തയ്യാറായില്ലെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞു. അനാഥരായവരെ പരിചരിക്കാൻ ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന വാർഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പൊളിച്ചു നീക്കിയ ശേഷം പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പരാതി നൽകിയ റഹീം ഒലവക്കോട് കമ്മീഷൻ അറിയിച്ചു. സന്നദ്ധ സംഘടനകളോ കമ്പനികളോ CSR പോലുള്ള ഫണ്ടുകൾ വിനിയോഗിച്ച് അനാഥ രോഗികളെ പരിചരിക്കാനുള്ള വാർഡ് പുനഃസ്ഥാപിക്കാൻ സന്നദ്ധരാവണമെന്നും 60 വയസ്സിന് മുകളിൽ പ്രായക്കാരായ രോഗികൾക്ക് കൂട്ടിരിപ്പുകാരെ ഏർപ്പെടുത്താൻ 600 രൂപ വരെ നൽകാൻ സാമൂഹിക നീതി വകുപ്പിനുള്ള സാധ്യത പ്രയോജനപ്പെടുത്താൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നും റഹീം ഒലവക്കോട് അഭിപ്രായപ്പെട്ടു. മിസ്റ്റർ നമ്പർ അല്ലേ? അതെ സാർ, ഞാൻ പാലക്കാട് നിന്ന് വിളിക്കുകയാണേ. റഹീം ഒലവക്കോട് ആണ് എൻ്റെ പേര്. ഞാൻ സാമൂഹ്യ പ്രവർത്തകനാണ്. ഇന്നലെ ഒരു കേശവൻ എന്ന് പറഞ്ഞ ആള് ഗവൺമെന്റ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഹലോ, പറയൂ. ഇന്നലെ തെരുവിൽ ഈ കൊല്ലങ്കോട് മേഖലയിൽ കടന്നിരുന്ന ഒരു രോഗി കേശവൻ, 67 വയസ്സ് കഴിഞ്ഞ ആളാണ്, ആരുമില്ല, അനാഥനാണ്. തീരെ ശാരീരികമായ വയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തെ നാട്ടുകാരെ കൂടി ആംബുലൻസിൽ പാലക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. 25-ാം തീയതി രാത്രി 7 മണിക്ക്. ഇന്നലെ അവർ ഡിസ്ചാർജ് ചെയ്ത് പുറത്തു വിട്ടു, ബൈസ്റ്റാൻഡർ ഇല്ല എന്നുള്ള നിലയ്ക്ക്. അപ്പൊ ബൈസ്റ്റാൻഡർ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മാധ്യമപ്രവർത്തകർ ഇടപെട്ടു. സംഭവമൊക്കെ ആയപ്പോൾ സൂപ്രണ്ട് ഇടപെട്ടു. അവിടെ ബെഡ് ഒഴിവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വീണ്ടും അഡ്മിറ്റ് ചെയ്തു. ഇന്ന് സാമൂഹ്യനീതി വകുപ്പ് ഇടപെട്ട് അവരെ മറ്റു റൂമിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പോയി നോക്കുമ്പോൾ യാതൊരു ചികിത്സയും നൽകാതെ ഒരു വരാന്തയിൽ വഴി നടക്കുന്ന വഴിയിൽ ആളെ ഇട്ട് വെച്ചിരിക്കുക. കേശവൻ എന്നാണ് അയാളുടെ പേര്. ഈ ചികിത്സ കൊടുത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ സന്നദ്ധ സംവിധാനത്തിലുള്ള വൃദ്ധമന്ദിരം തയ്യാറാണ്. ഇയാൾ വയറുവേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ഈ വയറ് വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവശനാണ്. ഇതുവരെ ഒരു ട്രീറ്റ്മെന്റും അയാൾക്ക് കൊടുത്തിട്ടില്ല. അയാൾ നടന്നു പോകുന്ന വരാന്തയിലാണ് ഇപ്പൊ കിടക്കുന്നത്. അതിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ ഇതിൽ വാട്സപ്പ് ഉണ്ടാവുമല്ലോ അല്ലേ സാർ? അല്ല, അത് മെയിൽ അയച്ചാൽ മിനിസ്റ്റർ മെയിലിലേക്ക് ഒന്ന് അയച്ചാൽ മതി. ഞാൻ അയക്കാം. ഇതൊന്ന് വളരെ സീരിയസ് ആയിട്ട് ഇടപെടേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് മിനിസ്റ്റർ നേരിട്ട് വിളിച്ചത്. സാമൂഹ്യ നീതി വകുപ്പിൽ നിന്ന് അവിടെ ആളെ ചെന്നിരുന്നോ? അല്ല, സാമൂഹ്യനീതി വകുപ്പ് ഇടപെട്ടിട്ട് അവരെ മാറ്റാൻ, അതായത് 67 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഇവരെ മാറ്റി പാർപ്പിക്കാൻ ഒരു മേരി മാത എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് ബൈസ്റ്റാൻഡറെ കൊടുക്കണ്ടോ എന്നുള്ള, അങ്ങനെയാണെങ്കിൽ ബൈസ്റ്റാൻഡർ ഇല്ലെങ്കിൽ അവിടുന്ന് സാമൂഹ്യനീതി വകുപ്പ് ഇടപെടേണ്ടതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സൂപ്രണ്ടൊക്കെ ഇടപെട്ടു, DMO ഇടപെട്ടു. ഇവരെ അഡ്മിറ്റ് ചെയ്തു. തെരുവിലേക്ക് വിട്ടതിനെ പിന്നെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തിട്ട് ഇപ്പോ ഈ അഡ്മിറ്റ് ചെയ്തിട്ട് അസുഖം മാറിയാൽ, ഒരു ഗ്ലൂക്കോസ് എങ്കിലും കൊടുത്താൽ ചിലപ്പോൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ നമുക്ക് ഇവരെ ഏറ്റെടുക്കാൻ സംവിധാനം റെഡിയാക്കി സാമൂഹ്യനീതി വകുപ്പ്. ഇന്ന് കൊണ്ടുപോകാൻ പോകുമ്പോൾ അവിടെ ഒരു ബെഡിൽ 2 പേരെ കിടക്കുന്നത്. അതിപ്പോ അവരുടെ കുറ്റമല്ല, ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുകയല്ല. കാരണം അവിടെ സിറ്റുവേഷൻ അതിനേക്കാൾ മോശമാണ്. അത്ര ജനങ്ങളുണ്ട്. പക്ഷെ ഒരു മാനുഷിക പരിഗണന നൽകി. കാരണം ഇതിന് മുമ്പ് തെരുവിൽ കിടക്കുന്ന ആളുകളെയൊക്കെ കൊണ്ടുവന്ന് കിടത്തിയാൽ അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 12 ബെഡ് ഉണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട്. അത് ബിൽഡിംഗ് ഇതുമായി ബന്ധപ്പെട്ട് പൊളിച്ചു മാറ്റിയ ശേഷം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായില്ല. പിന്നെ ബൈസ്റ്റാൻഡർ ഇല്ലാതെ ആളുകൾ എടുക്കില്ല എന്ന് പറയുമ്പോൾ പലരും വളരെ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇതിപ്പോ ഇയാളുടെ ഭാര്യ മരിച്ചു, മക്കളില്ല, ഇയാൾ അനാഥനാണ്. അപ്പൊ ഇതൊന്ന് പാലക്കാട് സൂപ്രണ്ടിനെ വിളിച്ചു പറഞ്ഞാൽ തന്നെ അറിയും. കേശവൻ എന്ന് പറഞ്ഞ ആളിനെ പറഞ്ഞാൽ അവർക്കൊക്കെ അറിയാം. കാരണം അത്രയും ആളുകൾ അതിൽ ഇടപെട്ടതാണ്. ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ അദ്ദേഹം മരണപ്പെട്ടു പോകും. ഞാൻ അതുകൊണ്ടാണ് നേരിട്ട് മന്ത്രിക്ക് തന്നെ വിളിച്ചത്. പാലക്കാട്. അതെ അതെ അതെ. കേശവൻ, 67 വയസ്സ്. താലൂക്ക് സപ്ലൈ ഓഫീസറെ
ഉപരോധിച്ച് കോൺഗ്രസ് പ്രതിഷേധം. താലൂക്ക് സപ്ലൈ ഓഫീസറെ കോൺഗ്രസ് ഉപരോധിച്ചു. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസറെ ഉപരോധിച്ചു. റേഷൻ കടകളിൽ നിന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും കിടപ്പ് രോഗികൾക്കും ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ റേഷൻ വ്യാപാരികളെ സമീപിച്ചപ്പോൾ ഇ-പോസ് മിഷനിൽ പേരില്ലാത്തതിനാൽ നിങ്ങൾക്ക് റേഷൻ വിഹിതം ലഭ്യമല്ല എന്ന വിവരമാണ് ലഭിച്ചത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏക ആശ്രയമായ റേഷൻ വിതരണം ലഭ്യമാവാത്ത സാഹചര്യത്തിൽ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസറെ ഉപരോധിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ജില്ലാ സപ്ലൈ ഓഫീസറുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതാത് റേഷൻ വ്യാപാരികളിൽ നിന്നും ഇന്ന് തന്നെ ഇ-പോസ് മിഷനിൽ പേരില്ലാത്തവരുടെ ലിസ്റ്റ് എടുക്കുവാനും നഷ്ടപ്പെട്ട റേഷൻ വിഹിതം നൽകാമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, DCC മെമ്പർ C കുദിർ മുഹമ്മദ്, മണ്ഡലം പ്രസിഡന്റ് രമേശ് പുത്തൂർ, നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, AM അബ്ദുള്ള, നിഖിൽ, M പ്രശോഭ്, ശ്രീകുമാർ നമ്പൂതിരി, ഷെരീഫ് റഹ്മാൻ, V അറുമുഖൻ, ഉമർ ഫാറൂഖ്, S ഷെൽവൻ, ഉഷ പാലക്കാട്, നടരാജൻ കുന്നംപുറം എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. നേട്ടങ്ങളിലൂടെ കണ്ണോടിച്ച് മോയൻ സ്കൂളിൽ നിറവ് ഫോട്ടോ പ്രദർശനം. പാലക്കാട് സർക്കാർ മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നിറവ് 2025 സംഘടിപ്പിച്ചു. പൊതുവിദ്യാലയമായ മോയൻ സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തിൽ നടന്ന പാഠ്യേതര പ്രവർത്തനങ്ങളുടെയും കലാകായിക ശാസ്ത്ര പ്രവൃത്തി പരിചയ മേഖലകളിലെ മികവുകളുടെ ഫോട്ടോ പ്രദർശനമാണ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് M അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. DEO ഉഷ മന്നാട്ട്, AEO രമേശ് പാറപ്പുറത്ത്, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ MR മഹേഷ് കുമാർ, BPO ശിവപ്രസാദ് MR, പ്രധാനാധ്യാപകരായ പ്രീജ PP, ഇന്ദു M, സ്കൂൾ പ്രിൻസിപ്പൽ UK ലത, SMC ചെയർപേഴ്സൺ ദിവ്യ B, MPTA പ്രസിഡന്റ് ധന്യ ഷിബു, IG രാജേഷ്, ഹരിദാസ് മച്ചിങ്ങൽ, ഷറഫുദ്ദീൻ കിച്ചലു, PTA SMC MPTA ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിനിടെ കുളിക്കാനിറങ്ങിയ ചെന്നൈ സ്വദേശി മുങ്ങി മരിച്ചു. ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിനിടെ കുളിക്കാനിറങ്ങിയ 53-കാരൻ മുങ്ങി മരിച്ചു. ചെന്നൈ സ്വദേശി സുരേഷ് എന്ന രാമനാഥനാണ് മരിച്ചത്. പാമ്പാടി ഐവർമഠം ശ്മശാനത്തിന് എതിർവശം ഭാരതപ്പുഴയിൽ ഇന്നലെ വൈകിട്ട് 5:30 മണിയോടെയായിരുന്നു സംഭവം. പാടൂർ ക്ഷേത്രത്തിലെ പൂജാരിയുടെ അമ്മ മുത്തുലക്ഷ്മിയുടെ മൃതദേഹവുമായി വന്നതാണ് രാമനാഥൻ. മുത്തുലക്ഷ്മിയുടെ സഹോദര പുത്രനാണ് ഇയാൾ. സംസ്കാര ചടങ്ങിനിടെ പുഴയിലേക്ക് കുളിക്കാനിറങ്ങിയപ്പോൾ അബദ്ധത്തിൽ പുഴയിൽ മുങ്ങി മരണപ്പെടുകയായിരുന്നു. മൃതദേഹം പുറത്തെടുത്ത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പൂരക്കാല വരവറിയിച്ച് ചിനക്കത്തൂരിൽ ഇന്നു മുതൽ കൂത്തുമാടം ജ്വലിക്കും. പൂരക്കാലം വരവായി. ചിനക്കത്തൂരില് ഇന്നു മുതൽ കൂത്തുമാടം ജ്വലിക്കും. ചരിത്രപ്രസിദ്ധമായ വള്ളുമനാടൻ ക്ഷേത്രോത്സവമായ ചിനക്കത്തൂർ പൂരത്തിന് നാന്ദി കുറിച്ച് 17 നാൾ കമ്പരാമായണ കഥയിലെ യുദ്ധകാന്ഡം സേതുബന്ധനം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെ കൂത്തുമാടത്തിലെ അരണ്ട വെളിച്ചത്തിൽ പാട്ടും കഥയുമായി ദൃശ്യവൽക്കരിക്കും. ദേവസ്വം കൂത്തോടെയാണ് ഇന്ന് തോൽപ്പാവക്കൂത്തിന് നാന്ദി കുറിക്കുന്നത്. സദാനന്ദ പുലവരുടെ നേതൃത്വത്തിലാണ് കൂത്ത്. 7 ദിവസം ദേശക്കൂത്തുകളും തുടർന്ന് 9 നാൾ വഴിപാട് കൂത്തുകളുമാണ്. മാർച്ച് 1 രാത്രി 11 മണിക്ക് 2025 വർഷത്തെ പൂരത്തിന് കൊടിയേറും. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിനങ്ങൾ 7 ദേശങ്ങളും ഉത്സവ നിറവിലാകും. മാർച്ച് 12 ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം. വഖഫ് സംരക്ഷണ റാലി. പാലക്കാട് നിന്ന് 10,000 പേരെ പങ്കെടുപ്പിക്കും. വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി 19 മലപ്പുറത്ത് വെച്ച് നടക്കുന്ന വഖഫ് സംരക്ഷണ റാലിയിലും സമ്മേളനത്തിലും പാലക്കാട് ജില്ലയിൽ നിന്ന് 10,000 പേരെ പങ്കെടുപ്പിക്കാൻ SDPI ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഷൊർണൂർ കുളപ്പുള്ളി ബ്ലൂ ഡയമണ്ട് കൺവെൻഷൻ സെന്ററിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യസ്നേഹികളുടെ പ്രതിഷേധത്തെ മറികടക്കാൻ കുറുക്കുവഴികളിലൂടെ ഭരണഘടനയെ തകർക്കാനുള്ള കുടിലതന്ത്രങ്ങളാണ് ഇപ്പോൾ പയറ്റുന്നതെന്ന് PK ഉസ്മാൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ മൗലവി, വൈസ് പ്രസിഡന്റുമാരായ ഷെരീഫ് പട്ടാമ്പി, അലവി KT, ട്രഷറർ AY കുഞ്ഞു മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. വർണ്ണ ദൃശ്യ ചാരുതയുടെ നേർക്കാഴ്ചയൊരുക്കി
ആവേശപൂർവ്വം പുത്തനാൽക്കൽ കാളവേല. വള്ളുവനാടൻ കാവുത്സവങ്ങൾക്ക് തുടക്കമിട്ട് വർണ്ണ ദൃശ്യ ചാരുതയുടെ നേർക്കാഴ്ചയൊരുക്കി ആവേശം അലതല്ലി ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രത്തിലെ കാളവേല. വൈകുന്നേരത്തോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാളകൾ അയ്യപ്പൻകാവിൽ ഭഗവതിയെ വണങ്ങി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ കെട്ടുകാഴ്ച ഉത്സവപ്രേമികളുടെ ആവേശത്തെ അർത്ഥസമ്പുഷ്ടമാക്കി. 50-ലേറെ ജോഡി ഇണക്കാളകളാണ് തട്ടകത്തമ്മയെ വണങ്ങാനായി ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിയത്. രാവിലെ നടന്ന പാലും വെള്ളരി തൊഴാനായി ഭക്തജനങ്ങൾ ക്ഷേത്രസന്നിധിയിലെത്തി. ഇന്നാണ് പ്രസിദ്ധമായ താലപ്പൊലി. മോഴിക്കുന്നത്ത് മനയിൽ നിന്നും ഗജവീരന്മാരുടെയും മദ്ദള ചക്രവർത്തി, ചെർപ്പളശ്ശേരി ശിവൻ, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി തുടങ്ങിയ മേളപ്രമാണിമാരൊരുക്കുന്ന പഞ്ചവാദ്യം രാത്രി താലപ്പൊലിയോടെ പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പരിസമാപ്തിയാവും. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ഖാദി നെയ്ത്ത് കേന്ദ്രം തുറന്നു. ഖാദി നെയ്ത്ത് കേന്ദ്രം ആരംഭിച്ചു. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഖാദി ബോർഡിന്റെ സഹകരണത്തോടെ വനിതകൾക്കായുള്ള നെയ്ത്ത് കേന്ദ്രം പൂക്കാട്ടുകുന്ന് പാലക്കുറിശിപ്പറമ്പിൽ ആരംഭിച്ചത്. 8 പേരാണ് ആദ്യഘട്ടത്തിലുള്ളത്. 6 മാസം തൊഴിൽ പരിശീലനം നൽകും. 1000 രൂപ സ്റ്റൈപ്പൻഡും. 10 പേർക്ക് വരെ തൊഴിൽ ലഭ്യമാക്കാനുള്ള സൗകര്യം കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി. ഖാദി ബോർഡ് ഭരണസമിതി അംഗം എസ് ശിവരാമൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ്, വൈസ് പ്രസിഡന്റ് CA നസ്രിൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ MP കോമളം, കെ രാധാകൃഷ്ണൻ, രാമകൃഷ്ണൻ, S കൃഷ്ണ, വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രവാസി സംഘം പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിച്ചു. പ്രതിഷേധ സംഗമം ചേർന്നു. കേരള പ്രവാസി സംഘം ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുലാപ്പറ്റ, ഉമ്മനഴി, CK നഗറിൽ പ്രവാസികളെ അവഗണിച്ച കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധ സംഗമവും കൺവെൻഷനും സംഘടിപ്പിച്ചു. CPIM ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി K ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഐസക് വർഗീസ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി MA നാസർ, ലോക കേരള സഭാംഗം നന്ദിനി മോഹനൻ, CPIM ലോക്കൽ സെക്രട്ടറി V സിദ്ദിഖ്, റിയാസ്, റഫീഖ് ഉമ്മനഴി തുടങ്ങിയവർ സംസാരിച്ചു. രേഖ പുറത്തിറക്കും. ഗവൺമെന്റ് പുറത്തിറക്കുന്നതാണ്. സാമ്പത്തിക സർവേ എന്നാണ് അതിന്റെ മലയാളം. എന്താണ് സാമ്പത്തിക സർവേയിലത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാടിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, അതിന്റെ ഒരു ഏകദേശ വിവരണമാണ്. എന്താണ് അതിന്റെ വളർച്ച, കൃഷി എങ്ങനെ, വ്യവസായം എങ്ങനെ, സർവീസ് സെക്ടർ എങ്ങനെ, ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ വർഷവും എല്ലാ ഗവൺമെന്റുകളും അത് അങ്ങനെ പുറത്തിറക്കും. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഈ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് സാമ്പത്തിക സർവേ പുറത്തിറക്കിയപ്പോൾ, ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് കേട്ടോ, ഇതൊന്നും വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ഈ വർഷത്തെ എക്കണോമിക് സർവേ എന്ന് പറഞ്ഞിട്ട് ഇന്റർനെറ്റിൽ അടിച്ചു കൊടുത്താൽ പടപടാന്ന് ഈ സാധനം കിട്ടും. ഞാൻ ഈ പറയുന്ന സാധനം കിട്ടും. അപ്പൊ അതിൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2023-24 ഇത് 24-25 കേട്ടോ, അല്ലെ ഇപ്പൊ ഈ അവസാനിക്കും, മാർച്ചിൽ അവസാനിക്കും. മാലിന്യങ്ങൾ നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ട്രോളി നൽകി
ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ട്രോളി നൽകി. ചാലിശ്ശേരി പഞ്ചായത്ത് ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ട്രോളി കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മിനി MCF-ലേക്ക് മാറ്റുന്നതിനായാണ് ട്രോളി. പഞ്ചായത്തിലെ 15 വാർഡുകളിലേക്കും ട്രോളികൾ നൽകി. മാലിന്യങ്ങൾ തലച്ചുമടായിയാണ് ഹരിത കർമ്മസേനാംഗങ്ങൾ മിനി MCF-ലേക്ക് ഇതേവരെ എത്തിച്ചിരുന്നത്. ട്രോളി നൽകിയതോടെ അതിന് പരിഹാരമായി. വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗങ്ങളായ നിഷ അജിത് കുമാർ, PV രജീഷ്, VS ശിവാസ്, ഹുസൈൻ പുളിയഞ്ഞാലിൽ, പഞ്ചായത്ത് സെക്രട്ടറി PK ജമീല തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം ആലത്തൂരിൽ ബ്ലോക്ക് തല സെമിനാർ ചേർന്നു. ബ്ലോക്ക് തല സെമിനാർ സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആലത്തൂർ ബ്ലോക്ക് തല സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KC ബിനു അധ്യക്ഷത വഹിച്ചു. അംഗം ജയകൃഷ്ണൻ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ EV ഗിരീഷ്, നവകേരള കർമ്മ പദ്ധതി പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ P സൈതലവി, ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി MMA ബക്കർ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ചന്ദ്രൻ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ PA ബീര സാഹിബ് എന്നിവർ സംസാരിച്ചു. പാലക്കാട് നോർത്ത് പോലീസിന് ജനമൈത്രിയുടെ ആദരം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച 3ാമത്തെ പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ച പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷന് ജനമൈത്രി സമിതി ആദരവ് നൽകി. ASP രാജേഷ് സ്റ്റേഷനു വേണ്ടി ആദരം ഏറ്റുവാങ്ങി. VKR പ്രസാദ് അധ്യക്ഷത വഹിച്ചു. SHO വിപിൻ K വേണുഗോപാൽ വിഷയാവതരണം നടത്തി. നോർത്ത് SI അജാസുദ്ദീൻ, സ്റ്റേഷൻ റൈറ്റർ ജയമോഹൻ, സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് VM റസാഖ്, ഉണ്ണി വരദം, സുഭാഷ്, ദിവാകരൻ എന്നിവർ സംസാരിച്ചു. രവീന്ദ്രൻ സ്വാഗതവും നോർത്ത് ബീറ്റ് ഓഫീസർ സുധീർ നന്ദിയും പറഞ്ഞു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. വാർഷികം ആഘോഷിച്ച് തോട്ടര AM LP സ്കൂൾ വാർഷികാഘോഷം നടന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം EP ബഷീർ അധ്യക്ഷനായിരുന്നു. PA തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ പാട്ടത്തൊടി, ഷമീറ സലീം, PTA പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, PRC പ്രതിനിധി പ്രജിഷ, പ്രധാനാധ്യാപിക ദീപ എന്നിവർ സംസാരിച്ചു. വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. പെരുമാങ്ങോട് മഹാകാളിയമ്മൻ ക്ഷേത്രത്തിൽ ഉച്ചാറൽ വേല സമുചിതമായി ആഘോഷിച്ചു. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് മണിയാണി മഹാകാളിയമ്മൻ ക്ഷേത്രത്തിൽ ഉച്ചാറൽ വേല മഹോത്സവം സമുചിതമായി നടന്നു. രാവിലെ 5-ന് ഗണപതി ഹോമം, 8 മണിക്ക് പൂമൂടൽ, 10-ന് ഭക്തി പ്രഭാഷണം, 11:30-ന് പ്രസാദ ഊട്ട്, വൈകുന്നേരം 5 മണിക്ക് മംഗലാംകുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് മേളത്തോടുകൂടി താലം എഴുന്നള്ളത്ത്, നാദസ്വരം, രാത്രി 8 മണിക്ക് തായമ്പക എന്നിവയുണ്ടായി. തുടർന്ന് മേളത്തോടുകൂടി വലത്തിന് ശേഷം ഉച്ചാറൽ വേല കുടിയിറങ്ങി. മുന്നറിയിപ്പില്ലാതെ എസ്കലേറ്റർ അടച്ചു. പ്രതിഷേധത്തെ തുടർന്ന് തുറന്നു. മുന്നറിയിപ്പില്ലാതെ പാലക്കാട് ടൗണിലെ GB റോഡിലുള്ള എസ്കലേറ്റർ അടച്ചതിനെതിരെ കുത്തിയിരുന്ന് പ്രതിഷേധം. ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രവേശന കവാടത്തിൽ കുത്തിയിരുന്നത്. വിവരമറിഞ്ഞ നഗരസഭാ അധികൃതർ സ്ഥലത്തെത്തി കോൺഗ്രസ് പ്രവർത്തകരുമായി സംസാരിച്ച ശേഷം ഇരുവശത്തെയും പ്രവേശന മാർഗം തുറന്നു. CV സതീഷ്, A കൃഷ്ണൻ, ഹരിദാസ് മച്ചിങ്ങൽ, KN സഹീർ, രമേശ് പുത്തൂർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ദേശീയ അപ്രന്റീസ്ഷിപ്പ് മേള നടന്നു. സംസ്ഥാന തൊഴിൽ നൈപുണ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ നടന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള മലമ്പുഴ ഗവൺമെന്റ് ITIയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ വ്യവസായശാലകൾ മേളയിൽ പങ്കെടുത്തു. പാലക്കാട് മേഖല ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിംഗ് SV അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ P രഘു, ഗവൺമെന്റ് ITI പ്രിൻസിപ്പൽ AA രാജേഷ്, വൈസ് പ്രിൻസിപ്പൽ VV ജനാർദ്ദനൻ, A നാസർ, കഞ്ചിക്കോട് ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് ഡെപ്യൂട്ടി മാനേജർ A ഉണ്ണികൃഷ്ണൻ, കാംകോ ഡെപ്യൂട്ടി മാനേജർ V ഹരിദാസ്, മലബാർ സിമന്റ്സ് ലിമിറ്റഡ് അസിസ്റ്റന്റ് മാനേജർ M മോഹൻദാസ്, കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ദേവദാസ്, പ്രൈവറ്റ് ഇൻഡസ്ട്രി മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധി R സുബ്രഹ്മണ്യദാസ്, അസിസ്റ്റന്റ് അപ്രന്റീസ്ഷിപ്പ് അഡ്വൈസറായ K ജ്യോതി, ജൂനിയർ അപ്രന്റീസ്ഷിപ്പ് അഡ്വൈസറായ PS കലാധരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പനയമ്പാടും വളവും നിവർത്തുന്നതിൽ ദേശീയപാത അതോറിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് മന്ത്രി ഗണേഷ് കുമാർ. സംസ്ഥാനത്ത് ആഭ്യന്തര പച്ചക്കറി ഉൽപാദനം 1.5 ലക്ഷത്തിലേറെ ടൺ വർദ്ധിച്ചതായി മന്ത്രി പി പ്രസാദ്. നെന്മാറ ഇരട്ടക്കൊല പ്രതി ചെന്താമരയുടെ റിമാൻഡ് നീട്ടി. ജില്ലാ ആശുപത്രിയിൽ അനാഥ രോഗികളെ പരിചരിക്കാനുള്ള സൗകര്യം ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.